നമസ്കാരം. സുന്ദരികളായ പെൺകുട്ടികൾ, വാക്സാമർത്ഥ്യമുള്ള പെൺകുട്ടികൾ, പുരുഷ കേസരികളായ ആളുകളെ കണ്ടാൽ, അതായത് സമ്പത്തും സ്വാധീനമുള്ള പുരുഷ കേസരികളെ കണ്ടാൽ അവരെ വലയിൽ വീഴ്ത്തും. അതിനായിട്ട് അവർ ഏത് മാർഗവും സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ച് ഒരു MLAക്ക് തൻ്റെ MLA സ്ഥാനം തന്നെ നഷ്ടപ്പെട്ട ഒരു കഥ നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ MLA ആയിരുന്ന, പെരുമ്പാവൂർ MLA ആയിരുന്ന എൽദോസ് കുന്നപ്പള്ളി ഒരു യുവതിയുടെ വലയിൽ വീഴുകയും ആ ഹണി ട്രാപ്പിൽപ്പെട്ട് അദ്ദേഹത്തിന് അവസാനം ബലാത്സംഗ കേസിൽ പ്രതിയാകുകയും ചെയ്തു. ഈ യുവതിയെ കുറിച്ചിട്ട് അദ്ദേഹം തന്നെ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഏകദേശം 6ഓളം കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈ 6 കല്യാണം കഴിച്ച ഓരോരുത്തരുടെ വീട്ടിലും ഓരോ സമയത്ത് താമസിക്കും. എന്നിട്ട് ഒരു വീട്ടിൽ നിന്ന് രാവിലെയാണ്, ഒരു ദിവസം അവർ രാത്രി മറ്റേ വീട്ടിൽ താമസിക്കും. അങ്ങനെ എല്ലാ വീട്ടിലും പണം തട്ടുക കോടീശ്വരന്മാരായ ആളുകളായിരിക്കും, കോടീശ്വരന്മാരുടെ മക്കളായിരിക്കും. അങ്ങനെ ആ വീട്ടിൽ താമസിക്കുക, എന്നിട്ട് പണം തട്ടുക. അവസാനം ഈ വിധത്തിൽ തട്ടിപ്പ് നടത്തുന്ന യുവതികൾ കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിയമത്തിൻ്റെ കുരുക്കുകൾ അവർക്ക് അനുകൂലമാണ് എന്നുള്ളത് കൊണ്ട് ഒരു പെൺകുട്ടി പരാതി കൊടുത്താൽ ബലാത്സംഗത്തിന് അപ്പോൾ തന്നെ കേസെടുക്കുമെന്നുള്ള കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പീഡന പരാതിയിൽ പലതരത്തിലുള്ള പീഡനങ്ങൾ നടത്തിയെന്ന പരാതിയിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുമെന്നുള്ള കൃത്യമായി പഠിച്ചുകൊണ്ടാണ്, നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരം യുവതികൾ രംഗപ്രവേശം ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ തിരുവനന്തപുരം സ്വദേശിയായ കരകുളം POയിലുള്ള ക്രൈസ്റ്റ് നഗർ SFS അവന്യൂവിൽ താമസിക്കുന്ന മാധവന്റെ മകൾ അനുപമ, അവർ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവരുടെ ഭർത്താവിൻ്റെ പേരാണ് സന്ദീപ്. അദ്ദേഹം വിദേശത്താണ് കേട്ടോ. അവര് വിദേശത്തായതുകൊണ്ട് ഇവിടെ എന്ത് കാണിച്ചാലും അന്ധമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഭർത്താവ്. ഇവരുടെ ഇത്തരത്തിലുള്ള കലാപരിപാടികളൊന്നും തന്നെ അറിയില്ല. ഇവർ ഇപ്പോൾ ഒരു നിരന്തരമായി പല പുരുഷന്മാരെയും വലയിൽ വീഴ്ത്തി ഹണി ട്രാപ്പിൽ പെടുത്തി കോടികൾ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭർത്താവിനെയും കുടുംബത്തെയും വഞ്ചിച്ചുകൊണ്ട്, നാട്ടുകാരെയും വഞ്ചിച്ചുകൊണ്ടാണ് അതീവ സുന്ദരിയായ യുവതി നമ്മൾ ആരെയും വായിക്കുന്ന വാക്ക് ചാതുരിയിൽ വീഴ്ത്തി ഇപ്പോൾ ആ ഒരു യുവാവിനെ കുടുക്കിയിരിക്കുന്നത്. അദ്ദേഹം കോടീശ്വരനാണെന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും വലിയ കോടീശ്വരനാണ്. പണം കൊണ്ട് ആറാടുന്ന ആണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഈ യുവതി വീഴ്ത്തിയത്. അതിനു വേണ്ടിയിട്ട് ഇവർ കണ്ടെത്തുന്ന മാർഗം എന്താണെന്ന് അറിയാമോ? റോട്ടറി ക്ലബ്ബ്, ഇന്നർവീൽ ക്ലബ്ബ് തുടങ്ങിയ ക്ലബ്ബുകളിലെല്ലാം തന്നെ ഇവർ മെമ്പർഷിപ്പ് എടുക്കും. ആ മെമ്പർഷിപ്പിൽ അവിടെ വരുന്ന കോടീശ്വരന്മാരായിരിക്കും. പ്രധാന ക്ലബ്ബുകളിലെല്ലാം മെമ്പർഷിപ്പ് എടുത്ത് അങ്ങനെ അവിടെയുള്ള പ്രമുഖരായ ആളുകളെ വലയിൽ വീഴ്ത്തി പിന്നെ സ്ഥിരമായിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുക എന്നുള്ളതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. ഇവരിപ്പോൾ അടുത്ത കാലത്ത് ഇന്നർവീൽ തിരുവനന്തപുരം ബ്ലോസം ക്ലബിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അത്രയ്ക്കും അവർക്ക് വാക്സാമർത്ഥ്യവും ആളുകളെ വീഴ്ത്താനുള്ള കഴിവും ഉള്ളത് കൊണ്ടാണ്, അവർ ഏതൊരാളും വീണു പോകാവുന്ന വാക്ചാതുര്യം ഉള്ളത് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ പ്രസിഡൻ്റൊക്കെ ആവുന്നത്. അപ്പം പുരുഷന്മാരായ ആളുകളോ അവർ സൗന്ദര്യം കാണിക്കുക മാത്രമല്ല വാക്സാമർത്ഥ്യത്തിലും വീണു പോകും. അങ്ങനെയാണ് ഈ ചാൾസ് എന്ന യുവാവ് പെട്ടുപോയത്. കോടീശ്വരനായ ആ യുവാവ് അവസാനം ഗത്യന്തരമില്ലാതെ എന്തായി, താൻ കുടുങ്ങുമെന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ, തന്നെ വഞ്ചിക്കുകയാണ് എന്ന് അവസ്ഥ വന്നപ്പോൾ മാനസികമായി അടുത്ത് പിരിയാൻ പറ്റാത്ത മാനസികാവസ്ഥയിലെത്തി. ആ പരിചയപ്പെട്ട നിമിഷം മുതൽ ലവ് മെസ്സേജുകൾ അയച്ച്, പിന്നെ I love you അയച്ച്, പിന്നെ നിന്നെ പിരിയാൻ പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞ് വാക് സാമർത്ഥ്യം പറഞ്ഞ് കൃത്യമായി ആ യുവാവിനെ വീഴ്ത്തി. കോടീശ്വരനായ അയാൾ ഈ പെണ്ണിൻ്റെ വലയിൽ വീണില്ലെങ്കിലേ സംശയമുള്ളൂ. അത്രയും വാക് സാമർത്ഥ്യമായിരുന്നു. എനിക്കിനി നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകളാണ് അയച്ചിട്ടുള്ളത്. അങ്ങനെ അയച്ച മെസ്സേജുകളെല്ലാം പെട്ട് അദ്ദേഹം അവസാനം കുടുങ്ങി, അവസാനം പിടിക്കപ്പെട്ടു. തൻ്റെ ജീവിതം തകരാറാവുകയാണ്, ഇനി രക്ഷയില്ല എന്ന് കണ്ട സമയത്താണ് കൊട്ടാരക്കര DYSPക്ക് ഒരു പരാതി അയക്കുന്നത്. കൊട്ടാരക്കര DYSP നേരെ ഈ പരാതി എഴുകോൺ പോലീസ് സ്റ്റേഷനിൽ അയക്കുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് 296B, 351(2), 318(4) തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ്. എന്താണ് ആ പരാതിയിൽ പറയുന്നതെന്ന് കേൾക്കണ്ടേ? ആവലാതിക്കാരനെ ചതിച്ചും വഞ്ചിച്ചും അന്യായ ലാഭം ഉണ്ടാക്കണമെന്നും ആവലാതിക്കാരന് അന്യായ നഷ്ടം സംഭവിക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 2019 ഫെബ്രുവരി മാസത്തിൽ കോട്ടയത്ത് വെച്ച് നടന്ന JCI അസോസിയേഷൻ മീറ്റിംഗിൽ വെച്ച് ആവലാതിക്കാരനുമായി പരിചയപ്പെട്ട 1-ാം പ്രതി ഇയാളെ പലവിധത്തിൽ കളവുകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് 38 ലക്ഷം രൂപയോളം നേരിട്ട് പണമായി വാങ്ങിയും ആവലാതിക്കാരൻ്റെ 964 നമ്പർ ഇപ്പം പറയുന്നില്ല എന്ന നമ്പറിൽ നിന്നും ഗൂഗിൾ പേ വഴി
1,44,321 രൂപ അയച്ചു വാങ്ങിയും കണ്ടറ ആക്സിസ് ബാങ്ക് ശാഖയിലെ അവലതിക്കാരന്റെ വക ഡാഷ് അക്കൗണ്ടിൽ നിന്നും ടി ബ്രാഞ്ചിലെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും മറ്റുമായി 30 ലക്ഷം രൂപ പലതവണയും വായിച്ചു വാങ്ങിയും 19/11/2024 തീയതി ഒന്നാം പ്രതിയുടെ പേരൂർക്കടയിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിലെ ഡാഷ് അക്കൗണ്ട് നമ്പറിലേക്ക് 1 ലക്ഷം രൂപ അയച്ചു വാങ്ങിയും അവലാതിക്കാരിൽ നിന്നും ഐഫോൺ, ലാപ്ടോപ്പ് മുതലായ സാധനങ്ങൾ വാങ്ങി കൈക്കലാക്കിയും തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ട് മൂലം ചികിത്സയിൽ കഴിഞ്ഞു വന്ന ആവലാതിക്കാരൻ ടിയാനിൽ നിന്നും ഒന്നാം പ്രതി വാങ്ങിയിരുന്ന പണത്തിൽ പലപ്പോഴായി ബാങ്ക് വഴി നൽകിയ 21 ലക്ഷം രൂപ കിഴിച്ചുള്ള പണം തിരികെ ആവശ്യപ്പെട്ടതിലുള്ള വിരോധത്താൽ 18/5/2026 തീയതി ഒന്നാം പ്രതിയുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നിരുന്ന രണ്ടാം പ്രതി ഡാഷ് എന്ന ഫോൺ നമ്പറിൽ നിന്നും ആവലാതിക്കാരനെ വിളിച്ച് 50 ലക്ഷം രൂപ ഒന്നാം പ്രതിക്ക് കൊടുത്തില്ല എങ്കിൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ നാണം കെടുത്തുന്ന പണി ചെയ്യുമെന്നും ആവലാതിക്കാരനെ കൊന്നു ശവം വീട്ടുകാർക്ക് ശവപ്പെട്ടിയിലാക്കി അയച്ചു കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയും തുടർന്ന് 19/5/2026 തീയതി ഒന്നാം പ്രതിയെ ഫോണിൽ വിളിച്ച ആവലാതിക്കാരനോട് 50 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ കേസിൽ കുരുക്കി ജയിലിലാക്കി നാണം കെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തിയും ആവലാതിക്കാരൻ അടുത്തുണ്ടായിരുന്ന അനിയനും ഭാര്യയും കേൾക്കിയ അസഭ്യമല്ലാത്ത വാക്കുകൾ പറഞ്ഞ് ആക്ഷേപിച്ചും രണ്ടാം പ്രതി ആവലാതിക്കാരന്റെ അച്ഛനെയും അമ്മയെയും ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ആവലാതിക്കാരന് 31 ലക്ഷത്തിലധികം രൂപയുടെ അന്യായനഷ്ടം സംഭവിച്ചും പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളുമായി പ്രവർത്തിച്ച് മേൽവകുപ്പുകളിൽ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഴുകോൺ പോലീസ് കേസെടുത്തുള്ളത്. ഇതിൽ അവരെന്ത് ചെയ്തു? 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണുള്ളത്. ഇതിൽ അവരാദ്യം മുൻകൂർ ജാമ്യം നേടിയെങ്കിൽ നോട്ട് അറസ്റ്റ് മേടിച്ചെങ്കിലും അതിൻ്റെ കാലാവധി കഴിഞ്ഞിപ്പോൾ അവർക്ക് നോട്ട് അറസ്റ്റ് എന്നുള്ള മുൻകൂർ ജാമ്യം കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. അവർ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാം, ഏത് സമയത്തും വരെ അറസ്റ്റ് ചെയ്യാം എന്നുള്ള അവസ്ഥയിലാണ്. പോലീസ് ഇപ്പോൾ പല കേസുകളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം അർജുൻ ആയങ്കയുടെ കാര്യത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് പോലീസ് പ്രവർത്തിച്ചത്, TG മോഹൻദാസിന്റെ കാര്യത്തിൽ പ്രവർത്തിച്ചത്. എന്നാൽ അതിനേക്കാൾ ഭീകരരൂപിയായ പുരുഷന്മാരുടെ രക്തം ഊറ്റിക്കൊടിക്കുന്ന ഒരു സുരസുന്ദരിയായ രാജകുമാരിയായി വാണരുളുന്ന തട്ടിപ്പിലൂടെ കോടികൾ തട്ടിച്ചുണ്ടാക്കുന്ന ഈ അനുപമയെ പൂട്ടാൻ ഇവിടുത്തെ പോലീസിന് മാർഗമൊന്നുമില്ലേ? ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാം, കൃത്യമായിട്ട് അവരുടെ കൃത്യമായി അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മുന്നിലുണ്ട്. കാരണം ജാമ്യം ഇപ്പോൾ മുൻകൂർ ജാമ്യം ഇല്ല, അവരുടെ കാലാവധി അവസാനിച്ചിരിക്കും, നോട്ട് അറസ്റ്റ് ഇല്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്നതനായ കേരളത്തിലെ ഒരു പോലീസ് ഓഫീസറുടെ പേര് പറഞ്ഞാണ് അവർ തട്ടിപ്പ് നടത്തുന്നത്. ആ പേര് എനിക്കറിയാം, ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന ആളല്ല, ഇങ്ങനെ ഒരു തട്ടിപ്പുകാരിയുമായി കൂട്ടുകൂടുന്ന ആളല്ല. ആ ആളുടെ അടുത്ത പോലീസ് ഓഫീസറുടെ ഒരു ADGP ആയ ഉന്നത ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആ ADGPയുടെ വീട്ടിൻ്റെ അടുത്താണ് ഇവർ താമസിക്കുന്നത് എന്ന് കാണിച്ചാണ് ഇവരെ പല പോലീസ് സ്റ്റേഷൻ കയറി അവിടെ പോലീസുകാരെ പരിചയപ്പെടുകയും പോലീസ് ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും പിന്നെ ആ പേരും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ഇവിടെയും ഇവരെ അറസ്റ്റ് ചെയ്യാവുന്ന കൃത്യമായി പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്ന കാര്യമുണ്ടിരിക്കെ, കൃത്യമായി തെളിവുകൾ ഉണ്ടെന്നിരിക്കെ, എല്ലാ തെളിവുകളും പോലീസ് കൈവശം ഉണ്ടെന്നിരിക്കെ, ഇവർ പണം തട്ടിയതിന് ബാങ്ക് രേഖകൾ ഉണ്ടെന്നിരിക്കെ ഇതുവരെ അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്നത് ഉന്നതനായ ADGPയുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ കൃത്യമായി ADGPയുടെ പേര് പറയാം. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത് ഈ സുരസുന്ദരിയുടെ രാജകുമാരിയെ പോലെ വാണരുളും തട്ടിപ്പ് മാത്രം കൈമുതലുള്ള ക്ലബ്ബുകളിൽ മെമ്പർഷിപ്പ് എടുത്ത് ഉന്നതരായ ആളുകളെ വല വീശിപ്പിടിക്കുക, എന്നിട്ട് ഹണി ട്രാപ്പ് നടത്തി കോടികൾ തട്ടുന്ന ആ യുവതിയെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അവരുടെ പേര് മറ്റൊന്നുമല്ല, അനുപമ എന്നാണ് പേര്. നമുക്ക് ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. അതോടൊപ്പം ആ പോലീസ് ഓഫീസർ ആരാണെന്ന് പറയാം. എന്തായാലും ആ പോലീസ് ഓഫീസർ ഞാൻ ഇപ്പോഴേ പറയാം, എനിക്കറിയാം നേരിട്ട്. അദ്ദേഹം സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ്, ആരുടെയും വലയിൽ വീഴുന്ന ഒരു പോലീസ് ഓഫീസറല്ല, നമ്മുടെ ADGP അജിത് കുമാറിനെ പോലെ തട്ടിപ്പുകാരനല്ല എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഈ ചാൾസ് എന്ന് പറയുന്ന പേരിലുള്ള ആ ആൾ ആരാണ് അദ്ദേഹം എങ്ങനെയാണ് ഇതിനകത്ത് പെട്ടുപോയത് തുടങ്ങിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അദ്ദേഹം കോടീശ്വരനാണ്, അദ്ദേഹത്തിന് സ്കൂളുകളടക്കമുണ്ട്, പല ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള കോടികൾ കൈവശമുള്ള ആളാണെന്ന് കണ്ടിട്ടാണ് അനുപമ ഈ യുവാവിനെ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചത്. ആ വലയിൽ വീഴ്ത്തിയാൽ ഇപ്പോഴും തന്നെ 38 ലക്ഷം പോയി എന്ന് പറഞ്ഞിട്ടുള്ള
പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായുള്ള റിപ്പോർട്ട് അടുത്ത എപ്പിസോഡിൽ വളരെ വിശദമായി പറയാം. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.